അല്ല, പ്രതി ചേർത്ത് കേസെടുക്കണം എന്ന് തന്നെയാണല്ലോ കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കത്തുകളും അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളുടെ കൃത്യമായ പരിശോധനയുമെല്ലാം പോലീസ് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തുറന്ന പുസ്തകം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞുപോയ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് സ്വന്തമല്ല മകനെയും കൊന്നു അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കണം എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ഒരേപോലെ ആവശ്യപ്പെടുന്നത്. അതിന് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രണ്ടുപേരും അവരെ ആക്ഷേപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കുടുംബത്തെ അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ് എന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ കുടുംബം ചെയ്യുന്നത് എന്നുമാണ് അവർ പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ശരിയായ ഒരു കൊലപാതകം തന്നെയാണ്. അദ്ദേഹം വളരെ കാലത്തെ കോൺഗ്രസ് ജീവിതം 10-50 വർഷക്കാലം ഈ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോവിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ്. സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് ഇതാ സംഭവം. അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം, ആവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറുള്ളത്. അതിന് വേറെ സംശയമില്ലല്ലേ, അദ്ദേഹം തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതാണ് ഒരു കാര്യം. വേറൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു താല്പര്യമില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചോദിക്കരുത്. ഇതും കൂടി പറയട്ടെ, ഇത് പറഞ്ഞിട്ട് അതിനടുത്ത് കൊടുക്കാം. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്താണോ അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് പെരിയ ഇരട്ട കൊലക്കേസ് സത്യം പറഞ്ഞാൽ CPM അറിഞ്ഞുകൊണ്ടോ പാർട്ടിയുടെ ധാരണക്കനുസരിച്ച് നടന്ന ഒന്നല്ല. തികച്ചും യാദൃശ്ചികമായി നടന്ന ഒരു സംഭവമാണ്. തുടർച്ചയേണ്ടതിന് ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊലപാതകത്തിലേക്ക് എത്തുക എന്നതൊന്നും ആരും അറിഞ്ഞതല്ല. പക്ഷെ അത് ശരിയായ രീതിയിൽ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് CPIMന്റെ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരെ കൊലക്കേസ് പ്രതികളാക്കി. അപ്പോഴവർ പറഞ്ഞത് ഗൂഢാലോചനയാണ്. പക്ഷെ കോടതി പറഞ്ഞു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവരെ പേരിൽ ചുമത്തപ്പെട്ടതിൽ വസ്തുതയില്ല. പിന്നെ ആകെ അവർ പറഞ്ഞത് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ്. അതാണ് ഇപ്പോഴും ഹൈക്കോടതി ചോദിച്ചത്, അതിനിങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന്. അതുകൊണ്ടാണ് സ്റ്റേ ചെയ്ത് അവർക്ക് ജാമ്യത്തിൽ പുറത്തു വരാനുള്ള സൗകര്യം കോടതി തന്നെ ഉണ്ടാക്കിയത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി CBI നടത്തിയിട്ടുള്ള തികച്ചും തെറ്റായ നീക്കത്തെ ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി ഫലപ്രദമായി പ്രതിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാധ്യമങ്ങളായ ഓരോന്നും അപൂർവൊഴിച്ച് അതിശക്തിയായിട്ട് ഈ ഗൂഢാലോചനയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ അതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും കാര്യമായിട്ടില്ല. അവർക്ക് ജാമ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പത്രമൊന്നും പറയുന്നില്ല, അതാണ് ഇന്നത്തെ ഒരു വാർത്ത. ഇനി വേറെ പറഞ്ഞു മാലയിട്ട് സ്വീകരിക്കുന്നത് എന്താ കുഴപ്പം? പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നിരട്ടിച്ചാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങൾ ഈ ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണ്ടേ? കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ആദ്യം പറഞ്ഞു ഗൂഢാലോചനയില്ല എന്ന് CBI കോടതി തന്നെ പറഞ്ഞു. ഇപ്പോൾ അവരെ ശിക്ഷിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവരുടെ പേരിൽ ആകെ ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ വകുപ്പ്. എന്നിട്ടാണ് വിട്ടത്. അപ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താ പ്രശ്നം? ഒരു ശരിയായ സന്ദേശം നൽകുക. രാഷ്ട്രീയമായി കള്ളക്കേസിൽ ഉൾപ്പെടുത്തി അവരെ കോടതിയിൽ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയായ സന്ദേശമാണ്.
അതിന് പൂർണ്ണമായ രീതിയിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടായി. മറ്റൊന്ന് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഎം കേന്ദ്രങ്ങളിൽ വലിയൊരു ആവേശം ഐ സി ബാലകൃഷ്ണനെതിരായുള്ള സമരത്തിലില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങൾ കാണിക്കുന്ന ആവേശം ഞങ്ങൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ബിജെപി ഞങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട് മാത്രമേ കാര്യം കൈകാര്യം ചെയ്യുള്ളൂ. അത് കൃത്യമായ അന്വേഷണം നടത്തും. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് രീതിയിൽ നടത്തും. അതിന് തുറന്നു കാണിക്കാൻ ആവശ്യമായ പാർട്ടിയുടെ നിലപാട് പാർട്ടി മുന്നോട്ടേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. അല്ല, സമരം ഇനിയിപ്പോ കേസിൽ പ്രതിയാക്കപ്പെട്ടു. ഇനി നിയമപരമായ കാര്യങ്ങളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പി വി അൻവർ ഇനി ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് പണ്ടേ യു ഡി എഫ് ആണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഇനി യു ഡി എഫ് കയറിയാൻ തിരക്കില്ല, കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹം CPM-നെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആയിരിക്കും. ഒരു വേളയിൽ ആത്മഹത്യക്കുറിപ്പ് പോലും ഇല്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അനുദിനം ഓരോ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ തെളിവും ഇനി വരട്ടെ, പുതിയ തെളിവുകൾ നിങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോവാ. ഓരോ തെളിവും നിങ്ങളെല്ലാം മൂടി വെക്കാൻ വേണ്ട, എല്ലാ തെളിവും പുറത്തു വരട്ടെ.